ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മലയാളം ബോധനശാസ്ത്രം നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഫാക്റ്റുകളും നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ രൂപത്തിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചെയ്തു, അപ്പോൾ അത് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് മലയാളവും കൂടെ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫാക്റ്റിലേക്ക് പോവാം. പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥന രീതി. അപ്പോൾ എന്താണ് ഉദ്ഗ്രഥന രീതി എന്നുള്ളതാണ്. പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥന രീതി. അതായത് കുട്ടികൾക്ക് പരിചയമുള്ള ഒരു സന്ദർഭത്തെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ വിഷയങ്ങളും അതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. മഴ, ഉത്സവം, യാത്ര തുടങ്ങിയ ജീവിതാനുഭവങ്ങൾ, അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ അസോസിയേറ്റ് ചെയ്ത് ശാസ്ത്രം, അതുപോലെ പരിസര പഠനം, ഭാഷ ഇതൊക്കെ പഠിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥന രീതി. അപ്പോൾ വിഷയങ്ങളായിട്ട് വേർതിരിക്കാതെ മൊത്തം സമഗ്രമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഉദ്ഗ്രഥന രീതി. അപ്പോൾ പ്രൈമറി സ്കൂളുകളിലാണ് ഈ ഉദ്ഗ്രഥന രീതി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദ്ഗ്രഥന രീതി അവലംബിക്കപ്പെടുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? 1, 2 ക്ലാസ്സുകളാണ്. ഉദ്ഗ്രഥന രീതി അവലംബിക്കപ്പെടുന്ന ക്ലാസ്സുകൾ 1, 2 ക്ലാസ്സുകളാണ്. അപ്പോൾ എന്താണ് ഉദ്ഗ്രഥന രീതി എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം അല്ലേ? പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളായി തിരിക്കാതെ സമഗ്രമായ അനുഭവമായി അവതരിപ്പിക്കുന്ന രീതിയാണ് ഉദ്ഗ്രഥന രീതി. പ്രൈമറി സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഉദ്ഗ്രഥന രീതി. പ്രധാനമായിട്ട് നമ്മൾ ഏതൊക്കെയാണ്? 1, 2 ക്ലാസ്സുകളിലാണിത് യൂസ് ചെയ്യുന്നത്. ഇനി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിക്കണമെന്ന് അനുശാസിക്കുന്ന ആക്ട് ഏതാണെന്നാണ്. മലയാള ഭാഷ പഠന ആക്ട് 2017 ഇതൊന്ന് ഓർത്തിരിക്കണേ. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിക്കണമെന്ന് അനുശാസിക്കുന്ന ആക്ടാണ് മലയാള ഭാഷ പഠന ആക്ട് 2017. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ത്രിഭാഷാ പദ്ധതിയിൽ അംഗീകരിച്ചിട്ടുള്ള ഭാഷകളാണ് 3 ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 1ാം ഭാഷയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് മലയാള ഭാഷയാണ് അംഗീകരിച്ചിരിക്കുന്നത്. 1ാം ഭാഷ മലയാള ഭാഷയാണ്. അപ്പോൾ മാതൃഭാഷ എന്നുള്ള നിലയിലാണ് 1ാം ഭാഷയായിട്ട് മലയാളത്തെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി 2ാം ഭാഷയായിട്ട് നമ്മുടെ കേരളത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ 2ാം ഭാഷ, ത്രിഭാഷാ പദ്ധതിയിലെ 2ാം ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലോക സമ്പർക്ക ഭാഷ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പം മൊത്തത്തിൽ ലോകം മുഴുവനും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ഭാഷ എന്നുള്ള രീതിയിൽ, എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ എന്നുള്ള രീതിയിൽ ലോക സമ്പർക്ക ഭാഷ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് 2ാം ഭാഷയായിട്ട് നമ്മൾ ഇംഗ്ലീഷിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 3ാം ഭാഷ ഹിന്ദിയാണ്. 3ാം ഭാഷ ഹിന്ദിയാണ്. അങ്ങനെ നമ്മൾ 3ാം ഭാഷയായിട്ട് ഹിന്ദിയെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 3ാം ഭാഷ ഹിന്ദിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ത്രിഭാഷാ പദ്ധതിയിൽ അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ 3 എണ്ണമാണ്. 1ാം ഭാഷ മലയാളം മാതൃഭാഷ, 2ാം ഭാഷ ഇംഗ്ലീഷ് ലോക സമ്പർക്ക ഭാഷ എന്നുള്ള അടിസ്ഥാനത്തിൽ 3ാം ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നമ്മൾ ഈ 3 ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഷയുടെ പേരിൽ നമ്മൾ മലയാളം എന്ന രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയത് എഴുത്തച്ഛന് ശേഷമാണ് നമ്മൾ ഈ ഒരു മലയാളം എന്നുള്ള പേര് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി ആദ്യം സ്വായത്തമാക്കുന്നത് അവൻ്റെ മാതൃഭാഷയാണ്. അപ്പോൾ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. ഇനി ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. അതുപോലെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് അല്ലേ? ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. ജോൺ ലോക്കാണ് ഇതിൻ്റെ ആൻസർ. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഫാക്റ്റാണ് രചനാനന്തര പ്രജനന വ്യാകരണം അല്ലെങ്കിൽ സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? അത് നോം ചോംസ്കിയാണ്. രചനാന്തരണ പ്രജനന വ്യാകരണം അല്ലെങ്കിൽ സർവഭാഷാ വ്യാകരണം, ഈ 2 പേര് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അവതരിപ്പിച്ചത് നോം ചോംസ്കിയാണ്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. രചനാന്തരണ പ്രജനന വ്യാകരണം അല്ലെങ്കിൽ സർവഭാഷാ വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് നോം ചോംസ്കിയാണ്. അടുത്തത് ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം എന്നിവയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അത് സ്കിന്നറാണ്. അപ്പം ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ്, ആദ്യം ഒരു ചോദനം ഉണ്ടാകണം, പിന്നെ അതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകണം, അത് പ്രബലനം ചെയ്യപ്പെടണം, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ആ ഭാഷ കുട്ടികൾ അനുകരിക്കണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം ഈ പ്രോസസ്സുകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. ആ
പ്രോസസ്സും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം എന്നിവയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. ഇനി തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയിലാക്കുന്നതിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ബന്ധുരയാണ്. ഓർത്തിരിക്കുക. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത്? അവൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയും അത് മാതൃകയാക്കുകയൊക്കെ ചെയ്തിട്ടാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ബന്ധുരയാണ്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം എന്നിവയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നറാണ്. തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കുന്നതിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകനാണ് ആൽബർട്ട് ബന്ധുര. അടുത്തത് ഭാഷ പൂർവ്വജന്മ സ്മരണയിൽ നിന്ന് എത്തുന്നു എന്നഭിപ്രായപ്പെട്ട തത്വചിന്തകൻ പ്ലേറ്റോയാണ്. ഭാഷ പൂർവ്വജന്മ സ്മരണയിൽ നിന്നും എത്തുന്നു എന്നഭിപ്രായപ്പെട്ട തത്വചിന്തകൻ പ്ലേറ്റോയാണ്. ഒരുപാട് പഴയ ഒരു കൺസെപ്റ്റാണ്. ഇനി പിയാഷയുടെ അഭിപ്രായത്തിൽ ഭാഷണ വികസന ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? എങ്ങനെയാണ് ഭാഷണ വികസനം സംഭവിക്കുന്നത്? ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണെന്നുള്ളത്. ആത്മനിഷ്ഠാഘട്ടം, അതുപോലെ സാമൂഹ്യാധിഷ്ഠിത ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളിലൂടെയാണ് ഒരാളിൽ ഭാഷാ വികസന ഉണ്ടാകുന്നതെന്നാണ് പിയാഷ പറഞ്ഞത്. പിയാഷയുടെ അഭിപ്രായത്തിൽ ഭാഷണ വികസന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആത്മനിഷ്ഠാഘട്ടം, അതുപോലെ സാമൂഹ്യാധിഷ്ഠിത ഘട്ടം. അപ്പോൾ ഭാഷ പൂർവ്വജന്മ സ്മരണയിൽ നിന്ന് എത്തുന്നു എന്നഭിപ്രായപ്പെട്ട തത്വചിന്തകൻ പ്ലേറ്റോയാണ്. പിയാഷയുടെ അഭിപ്രായത്തിൽ ഭാഷണ വികസന ഘട്ടങ്ങളെന്ന് പറയുന്നത് 2 എണ്ണമാണ്. ആത്മനിഷ്ഠാഘട്ടം, അതുപോലെ സാമൂഹ്യാധിഷ്ഠിത ഘട്ടം. ഇനി മാതാപിതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കുട്ടികൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ ഏതെല്ലാം? അത് 2 രീതിയിലാണ് ചെറിയ കുട്ടികൾ മാതാപിതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ഒന്ന് ചൂണ്ടിക്കാണിക്കൽ, അല്ലെങ്കിൽ ദൃഷ്ടിപ്രയോഗം. ഈ ഒരു 2 രീതിയിലാണ് മാതാപിതാക്കളുടെ ശ്രദ്ധ കുട്ടികൾ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ചൂണ്ടിക്കാണിക്കൽ, അതുപോലെ ദൃഷ്ടിപ്രയോഗം. ഇനി മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. നമ്മൾ ഒരുപാട് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളതാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണം ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. അപ്പം മാതാപിതാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കുട്ടികൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ ചൂണ്ടിക്കാണിക്കലും ദൃഷ്ടിപ്രയോഗവുമാണ്. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷാ വ്യാകരണമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. അപ്പോൾ നമ്മുടെ ബോധനശാസ്ത്രത്തിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു റിവിഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.